ഹലോ ഫ്രണ്ട്സ്, മല്ലു ടിപ്സ് ആൻഡ് തോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി മുതൽ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കേണ്ട 10ഓളം സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ട ആവശ്യമില്ല. ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നതിനൊപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന 10ഓളം സേവനങ്ങൾക്ക് വേണ്ടി വില്ലേജ് ഓഫീസിൽ പോയി അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനായി അപേക്ഷിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇത്തരത്തിലുള്ള 10ഓളം സർട്ടിഫിക്കറ്റുകൾക്ക് പകരം നമ്മുടെ കൈവശമുള്ള ചില രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും. 2021 ഒക്ടോബറിലാണ് ഇതിനെ സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. എന്നാൽ പലർക്കും ഇപ്പോഴും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾക്ക് പകരമാണ് നമ്മുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാവുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തേത് ജാതി സർട്ടിഫിക്കറ്റാണ്. ജാതി തെളിയിക്കുന്നതിന് വില്ലേജ് ഓഫീസിൽ നിന്നുമുള്ള പ്രത്യേക സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമില്ല. ഇതിനു പകരം SSLC സർട്ടിഫിക്കറ്റോ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ രേഖയോ ഹാജരാക്കിയാൽ മതിയാകും. അടുത്തത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഇതിനു പകരം ജനന സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, രക്ഷകർത്താക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, വോട്ടർ കാർഡ്, പാസ്പോർട്ട്, വൈദ്യുതി ബിൽ, വാട്ടർ ബിൽ, ടെലിഫോൺ ബിൽ ഇവയിൽ ഏതെങ്കിലും സമർപ്പിച്ചാൽ മതിയാകും. അടുത്തത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. ഇതിനു പകരം ആധാർ കാർഡ്, വൈദ്യുതി ബിൽ തുടങ്ങി ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്തത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്. ഇതിനു പകരം മതം രേഖപ്പെടുത്തിയ SSLC സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ രേഖ സമർപ്പിച്ചാൽ മതിയാകും. അല്ലാതെ പ്രത്യേകം മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അടുത്തത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്. ബന്ധുത്വം രേഖപ്പെടുത്തിയ റേഷൻ കാർഡ്, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ തുടങ്ങിയവയിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിന് പകരമായി സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഇതിനു പകരമായി ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ്, ഗസറ്റഡ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഹാജരാക്കിയാൽ മതിയാകും. അടുത്തത് മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റ്. ഇതിനു പകരമായി ജാതി രേഖപ്പെടുത്തിയ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ രേഖ, സബ് രജിസ്ട്രാറോ തദ്ദേശ സ്ഥാപനമോ നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റ് ഇതിലേതെങ്കിലും മിശ്രവിവാഹ സർട്ടിഫിക്കറ്റിന് പകരമായി നൽകിയാൽ മതിയാകും. അടുത്തത് ലൈഫ് സർട്ടിഫിക്കറ്റ്. ഇതിനു പകരം ജീവൻ പ്രമാൺ ബയോമെട്രിക് ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കാം. അതായത് അക്ഷയ പോലുള്ള കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. അല്ലാതെ പ്രത്യേകം ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും. അടുത്തത് വൺ ആൻഡ് ദി സെയിം സർട്ടിഫിക്കറ്റ്. ഇതിനുവേണ്ടി ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വ്യക്തിയുടെ സത്യപ്രസ്താവന ഹാജരാക്കിയാൽ മതിയാകും. ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ഇനി മുതൽ വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങേണ്ട കാര്യമില്ല. പകരമായുള്ള രേഖകൾ നമ്മുടെ കൈവശം തന്നെയുണ്ട്. അതുപയോഗിച്ചാൽ മതിയാകും. ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.